ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കറി ടേൽസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിലൊരു വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്തു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലൊരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തു അതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ഒരു ബ്രൗൺ കളറ് ഒന്നായി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിലോട്ട് ബീൻസും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തു. ഇതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ആ ഒരു ക്യാപ്സിക്കനും കൂടെ ഇത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ. ഏതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലും കൂടെ ഇത് കിടന്നൊന്ന് വേവണം. അപ്പോൾ വെന്ത് നന്നായിട്ട് വന്നു. അതിലോട്ട് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ട് സോയാബീനാണ്, അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ മിക്സ് നല്ല ഒരു പരുവാക്കി എടുക്കണം. അതിലോട്ട് നമുക്ക് ഞാൻ 1 കപ്പ് അരി എടുത്തിട്ട് 1 കപ്പ് അരിക്ക് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതിലോട്ട് ഉപ്പും നെയ്യും ഒഴിച്ച് ഒരു ഫിസിൽ കേൾക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റീം ഓഫ് ചെയ്യണം. എന്നിട്ട് നെയ്യിൽ വറുത്ത സവാളയും അതുപോലെ കാഷ്നട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ ബിരിയാണി. ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ